ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ തുറമുഖം എന്ന് പറയുന്ന നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ട് വന്നതാണ് മോക്ക് ടെസ്റ്റ് പാർട്ട് 2 തുറമുഖം. അപ്പോൾ കഴിഞ്ഞ പരീക്ഷ എഴുതാത്തവർ അല്ലെങ്കിൽ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇതിനു മുമ്പത്തെ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക, ഉപകാരപ്പെടും. അപ്പോൾ നേരെ സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നോക്കുക, പൂർവ്വ തീര രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ് എന്നതാണ് ചോദ്യം. പൂർവ്വ തീര രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം: വിശാഖപട്ടണം തുറമുഖം, ഹാൽഡിയ തുറമുഖം, കാമരാജർ തുറമുഖം, പാരാദ്വീപ് തുറമുഖം. പൂർവ്വതീരം, നമുക്കിവിടെ പശ്ചിമതീരവും പൂർവ്വതീരവും ഉണ്ട് തുറമുഖത്തെ അല്ലേ. അപ്പോൾ അതിൽ പൂർവ്വതീര രത്നം എന്നറിയപ്പെടുന്നത് ഏതാണ്? രണ്ടാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വിശാഖപട്ടണം തുറമുഖം, ഹാൽഡിയ തുറമുഖം, കാമരാജർ തുറമുഖം, പാരാദ്വീപ്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളതാണ്. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. എന്തായാലും ഇതിൽ തമിഴ്നാട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിൽ ഓപ്ഷൻ വെച്ച് നോക്കാൻ കഴിയും അല്ലേ. യെസ്. മൂന്നാമത്തെ ചോദ്യം, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? IWAIയുടെ ആസ്ഥാനം. എന്തായാലും തുറമുഖം പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. ഏതൊരു ടോപ്പിക്കിലും തുടക്കമുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുമായിരിക്കും. സിമ്പിളാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ. നോയിഡ, കൊൽക്കത്ത, ജാർഖണ്ഡ്, പാറ്റ്ന. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, IWAIയുടെ ആസ്ഥാനം. ചിലപ്പോൾ ഇങ്ങനെ തരില്ല, ഇത് തരാതെ ഇത് മാത്രം തന്നിട്ട് ആസ്ഥാനം ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റണം. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നാലാമത്തെ ചോദ്യം, ദേശീയ ജലപാതകളിൽ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായ ജലപാത ഏതാണ് എന്നാണ് ചോദ്യം. ദേശീയ ജലപാത 2, ദേശീയ ജലപാത 1, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 3. ഇവിടെ ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം. ദേശീയ ജലപാത ഏതാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതേപോലെ ഓർഡർ തെറ്റിത്തരാൻ സാധ്യതയുള്ളത് വിറ്റാമിനുകളാണ്. അവിടെയും മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിട്ട് നോക്കി ചെയ്യുക. ഉത്തരം അറിയുമായിരിക്കും. ഓപ്ഷനിൽ അത് എവിടെ കിടക്കുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ പണി കിട്ടും. അതായത് ഇപ്പം ജസ്റ്റ് എഴുതുമ്പോൾ കുഴപ്പമില്ല. OMR എക്സാം എഴുതുമ്പോൾ OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ തെറ്റും. നന്നായിട്ട് ശ്രദ്ധിക്കണം. സമയം വേണം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വേണം. സമയം പോവാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ തരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, അപ്പോൾ OMR എക്സാം എഴുതണേ നിർബന്ധമായിട്ടും. അഞ്ചാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ദേശീയ ജലപാത 2, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5, ദേശീയ ജലപാത 1. ഗോദാവരി, കൃഷ്ണ, ബ്രഹ്മപുത്ര, ബ്രാഹ്മണി, മഹാനദി, ഗംഗ. മാച്ച് ചെയ്യുക, ചേരുംപടി ചേർക്കുക. ഇത് ഏത് ജലപാത ഏത് നദിയിലാണ്? എന്തായാലും നിങ്ങൾ ഈ ബ്രഹ്മപുത്രയും ഗംഗയും അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അത് വെച്ചിട്ട് നമുക്ക് എത്താൻ കഴിയുമോ എന്ന് നോക്കുക. ഓപ്ഷൻസ് നോക്കിയിട്ട് നോക്കണേ. A3, B അല്ലേ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്ന തുറമുഖം ഏതാണ്? നമ്മളിത് കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് എഴുതിയവർക്ക് ഉറപ്പായിട്ട് കിട്ടും. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഈ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു, കാൺല, മുംബൈ, എണ്ണൂർ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം, കാൺല തുറമുഖം, മുംബൈ തുറമുഖം, എണ്ണൂർ തുറമുഖം. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഏറ്റവും വടക്ക് മുകളിൽ കേട്ടോ, പശ്ചിമ തീരത്താണ് ഏറ്റവും മുകളിലാണ്. ദീൻദയാൽ, മർമഗോവ, മുംബൈ, നവശേവ. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒൻപതാമത്തെ ചോദ്യം, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ IWAI നിലവിൽ വന്നത്. ഇതിനു മുമ്പ് അതിൻ്റെ ആസ്ഥാനം ചോദിച്ചു, ഇപ്പം അത് നിലവിൽ വന്നത് വിത്ത് ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു സമാധാനം, ഡേറ്റ് ഒക്കെ ഒന്നാണ്, വർഷത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. 96, 76, 86, 90 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം ഏതാണ്? പിപ്പാവാവ്, വിശാഖപട്ടണം, മുദ്ര, കൊൽക്കത്ത തുറമുഖം.
പിപ്പാവാവ്, മുദ്ര, കൊൽക്കത്ത, വിശാഖപട്ടണം, ഇതെല്ലാ തുറമുഖങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിപ്പാവാവ്, മുദ്ര, അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നദീജന്യ, ഏക നദീജന്യ മേജർ തുറമുഖം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്, ആൻസേഴ്സ് നോക്കാൻ പോവുകയാണ്. ആൻസേഴ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പൂർവ്വ തീരരത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. രണ്ടാമത്തെ ചോദ്യം, വിശാഖപട്ടണം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണ്. ഇനി കാമരാജർ തുറമുഖം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാമരാജർ തുറമുഖം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാമരാജർ തുറമുഖം തമിഴ്നാട്ടിലാണ്. ഇപ്പം ഇത് രണ്ടെണ്ണം കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ട് A4 A4 C2 A4 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. A4 ഒന്നേ ഉള്ളൂ, അത് B ആണ്. അപ്പോൾ ഇതുതന്നെയാണ് ഉത്തരം ഇവിടെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാം നോക്കേണ്ടി വരും. ഹാൽഡിയ തുറമുഖം, അതായത് B1, ഹാൽഡിയ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇനി പാരാദ്വീപ് തുറമുഖം ഒഡീഷയിലാണ്. കിട്ടിയോ? ഓക്കെ ആണോ? എളുപ്പമല്ലേ? ശ്രദ്ധിക്കണം, ഇവിടെ ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം IWAIയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലാണ്, നോയിഡയാണ്. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. നാലാമത്തെ ചോദ്യം, ദേശീയ ജലപാതകളിൽ ആദ്യത്തേത് ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ദേശീയ ജലപാത 2, ദേശീയ ജലപാത 1, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 3. ഡിസോർഡറിൽ തന്നതുകൊണ്ട് നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ദേശീയ ജലപാത 1 ആണ് ശരി ഉത്തരം. 1 ആണ് ശരി ഉത്തരം. പക്ഷെ നമ്മൾ 1 എന്ന് പറയുമ്പോൾ എയിലാണ് വരിക എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്, ഒരു മുൻധാരണ. അത് വേണ്ട, ഇവിടെ ബിയിലാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ B കറുപ്പിച്ചില്ലെങ്കിൽ തെറ്റും. അഞ്ചാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ദേശീയ ജലപാത 2, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5, ദേശീയ ജലപാത 1. അപ്പോൾ ദേശീയ ജലപാത 1 ഏത് നദിയിലാണ്? ഗോദാവരി, കൃഷ്ണ, ബ്രഹ്മപുത്ര, ബ്രാഹ്മണി, മഹാനദി, ഗംഗ. ഇത് നോക്കുക, ശ്രദ്ധിക്കണം. ദേശീയ ജലപാത 1 വരുന്നത് ഗംഗാ നദിയിലാണ്. അത് നമുക്ക് എന്തായാലും അറിയുന്നതാണ്. ദേശീയ ജലപാത 1 വരുന്നത്. ഇനി ദേശീയ ജലപാത 2 വരുന്നത് ഏത് നദിയിലാണ് എന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അത് ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. 1, 2 അല്ലേ? A2, D4. അപ്പോൾ A2 എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. A2 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരി ഉത്തരം. സിമ്പിളായിട്ട് കിട്ടി. എന്നാലും ബാക്കിയുള്ളത് അറിഞ്ഞിരിക്കണം. ദേശീയ ജലപാത 4 എന്ന് പറയുന്നത്, ദേശീയ ജലപാത 4 വരുന്നത് ഗോദാവരി, നോക്കണം, ഗോദാവരി കൃഷ്ണ നദിയിലാണ്. ഇനി ദേശീയ ജലപാത 5 വരുന്നത് മഹാനദിയിലാണ്. കിട്ടിയോ? ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പരുത്തി തുറമുഖം. എളുപ്പമായിട്ട് കിട്ടും. നമ്മൾ ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ തന്നെ അത് പഠിച്ചിട്ടുണ്ട്. മുംബൈ തുറമുഖമാണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ഏതാണ് എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. പഴയ പേരൊക്കെ പഠിച്ചു വെക്കണേ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ്. ദീൻ ദയാൽ തുറമുഖം, ഓപ്ഷൻ A. ഒൻപതാമത്തെ ചോദ്യം, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം 1986 ഒക്ടോബർ 27. ഇവിടെ നോക്കണേ, തെറ്റിക്കും. 76, 96, 90 എന്നൊക്കെ തന്നിരിക്കുന്നത് തെറ്റിക്കും, ശ്രദ്ധിക്കുക. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം ഏതാണ്? അത് കൊൽക്കത്ത തുറമുഖമാണ്. പിപ്പാവാവ്, മുദ്ര എന്നൊക്കെ കാണും. അല്ല, ഇത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട തുറമുഖവുമായി ബന്ധപ്പെട്ടതാണ്. പിപ്പാവാവ്, മുദ്രയൊക്കെ ഇതെന്താണ്? കൊൽക്കത്ത തുറമുഖം ഏക നദീജന്യ മേജർ തുറമുഖമാണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. 10 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ഉത്തരം ശരിയായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്സ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എത്ര ക്ലാസ്സുകൾ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ മുടക്കം വരാതെ എല്ലാ ദിവസവും മാക്സിമം ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ക്ലാസ്സുകളായി തന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം മാത്രമല്ല, പൊതുവേ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം തന്നാൽ വളരെ നല്ലതായിരിക്കും. PG3 അക്കാദമിയിൽ ഈ സൗജന്യ ക്ലാസ്സുകൾ കൂടാതെ ഒരു പെയ്ഡ് ക്ലാസ് അവൈലബിൾ ആണ്.
1400 രൂപയാണ് കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. 2 തവണയായിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന മെൻറ്റർ സപ്പോർട്ടോട് കൂടിയ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കോഴ്സാണ്. വെക്കേഷൻ കോഴ്സ് അവൈലബിൾ ആണ്, വെക്കേഷൻ ബാച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 1400 രൂപ പരീക്ഷ വരെയുള്ള കോഴ്സാണ്. ഫുൾ സിലബസ് സ്കൂൾ പാഠപുസ്തകം സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മെൻറ്ററുടെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അതായത് മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മെൻറ്ററുടെ ലൈവ് ക്ലാസ് ഉള്ളത്. അതുപോലെ മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റുകൾ എന്നിവയെല്ലാം നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. മോഡൽ എക്സാം എന്ന് പറയുന്നത് OMRൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലാതെ ഗെയിം കളിക്കുന്നത് പോലെ പോകുന്ന പരിപാടിയല്ല. OMRൽ പ്രാക്ടീസ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ടൈം മാനേജ്മെൻറ്റ് നമുക്ക്, അതായത് സമയം നമുക്ക് പരീക്ഷയിൽ കിട്ടിയാലേ എക്സാം എഴുതാൻ അറിയുന്ന ചോദ്യത്തിൽ ഉത്തരം എഴുതണമെങ്കിൽ സമയം വേണം. അത് സമയം മാനേജ് ചെയ്യാൻ പഠിക്കുക തന്നെ വേണം. അത് പ്രാക്ടീസ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ OMR പ്രാക്ടീസ് ടെസ്റ്റ് എങ്ങനത്തെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള OMR ടെസ്റ്റ് പ്രാക്ടീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ കോഴ്സിൻ്റെ ഫീസ് 1400 രൂപ. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കോഴ്സിൻ്റെ കുറിച്ച് കൂടുതൽ അറിയാൻ ചുവടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് വിളിക്കുക. ഓക്കെ, താങ്ക് യു.